ഇന്ന് നമുക്ക് ബാക്കി വന്ന ഇഡലിയും കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ. ഇഡലി ഇതുപോലെ കഷ്ണിച്ച് വെച്ചതിന് ശേഷം ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് പെരുംജീരകവും ചെറിയ ജീരകവും നല്ലപോലെ മൂപ്പിക്കുക. അതിന് ശേഷം സവാള, ഉപ്പ് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് തക്കാളിയൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം കരിവേപ്പിലയും സോയാ സോസും ചേർക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സോയാ സോസ് ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കഷ്ണിച്ച് വെച്ചേക്കുന്ന ഇഡലി നല്ലപോലെ അതിലേക്ക് ചേർത്ത് പുരട്ടിയെടുത്തതിന് ശേഷം കുറച്ച് എണ്ണയോടെ ഒഴിച്ച് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല മുരുമുരാന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നിർത്താറാവുമ്പോൾ കുറച്ച് ഗരം മസാലയോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഡലി വീട്ടിലിരുന്ന് വേസ്റ്റ് ആവാതെ നല്ലൊരു റെസിപ്പിയായിട്ട് കഴിക്കാൻ പറ്റും. ഇത് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് ഇഡ്ഡലി റെഡി. വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട